ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയർ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വരുന്ന പല ട്രേഡേഴ്സിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും ശരിക്കുമുള്ള പ്രയോജനം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുള്ള ശരിക്കുമുള്ള പ്രയോജനം അറിയില്ല. ഈ അറിവില്ലായ്മ പല ബ്രോക്കേഴ്സും മിസ്യൂസ് ചെയ്യാറുണ്ട്. അവരതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഒരു ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് വേണ്ടത്? അവരുടെ ക്ലയൻസ് ട്രേഡ് ചെയ്യണം, ബൈ ഓർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് അവർക്ക് ബ്രോക്കറേജ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അധികം ആരും പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ മിക്കവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് ട്രേഡ് ചെയ്യാനാണ്. ട്രേഡ് ചെയ്യുന്നത് നല്ലതാണ്, മോശമാണെന്നൊന്നും പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. ഇൻട്രാഡേ ചെയ്യാം, BTST ചെയ്യാം, ഓപ്ഷൻ ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം, ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡിങ് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏത് ട്രേഡാണെങ്കിലും അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. ഈ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് ഹൈ സ്കില്ല് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഗുണം മനസ്സിലാകുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ആണോ വളട്ടൈലാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യുക, സുഖമായിട്ട് കിടന്നുറങ്ങുക, ഒരു പ്രശ്നമോ തലവേദനയോ ഒന്നുമില്ല. ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് താഴെ പോയേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് കയറി വന്നേക്കാം. ഇതൊന്നും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ന്യൂസ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്നും രാവിലെ ബിസിനസ് ന്യൂസ് വായിക്കേണ്ട പോലും ആവശ്യം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വരുന്നില്ല. അതേസമയം ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റോക്ക്, അവർ എൻട്രി ചെയ്തിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് അത് അപ്ഡേറ്റ് ആയിരിക്കണം. കറക്റ്റ് ടൈമിലായിരിക്കണം എൻട്രിങ്, കറക്റ്റ് ടൈമിലായിരിക്കണം എക്സിറ്റിങ്. ഇതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോസ്. അതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കും, ഇമോഷൻസ് കുറയ്ക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് മാത്രമല്ല, ഇതിലും വലിയ ഗുണങ്ങൾ വേറെ പുറകെ വരാനിരിക്കുന്നു. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ടാക്സ് എഫിഷ്യൻസിയാണ്. ടാക്സ് കുറച്ച് കൊടുത്താൽ മതി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിന്. കാരണം നമുക്കറിയാം, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് രണ്ട് തരമുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും. ഇതിൽ കൂടുതലുള്ളത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഇന്ത്യയിൽ അത് 15% ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% ആണ്. അതുകൂടാതെ തന്നെ അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ പലവട്ടം വിക്കൽ വാങ്ങൽ നടത്തുമ്പം പലവട്ടം ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് കിട്ടുന്ന റിട്ടേൺ കിട്ടിയാൽ റിട്ടേൺസിൽ കുറേ ഭാഗം ടാക്സ് പേയിങ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ബ്രോക്കറേജ് പേയിങ് ആയിട്ടും പോകും. അപ്പോൾ ഈ ബ്രോക്കറേജ് പിന്നെ ടാക്സ്, ഈ സാധനമൊക്കെ കുറേ കട്ട് ചെയ്യണമെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബെനിഫിറ്റ് നമുക്ക് ബ്രോക്കറേജിൽ കിട്ടുന്നുണ്ട്. ചെറിയ എമൗണ്ട് ഒന്നുമല്ല, നല്ല എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സിലും കിട്ടുന്നുണ്ട്. അതും ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും അന്നേരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട പല ചാർജസുകളുണ്ട്. അതുപോലെ തന്നെ ടാക്സസും ഉണ്ട്. അതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പം, ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൺ ടൈം ഒറ്റ പ്രാവശ്യം അത് കൊടുത്താൽ മതി. വീണ്ടും ആ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പം വീണ്ടും കൊടുത്താൽ മതി. അതേസമയം ഒരു ഷെയറിൽ തന്നെ ഒരു വർഷം ഒരു 10-20 പ്രാവശ്യം എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ബ്രോക്കറേജ് ആയിട്ടും ടാക്സ് ആയിട്ടും പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ബെനിഫിറ്റാണ് കോമ്പൗണ്ടിങ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോമ്പൗണ്ടിങ്. മിക്ക നല്ല കമ്പനികളും ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു ട്രേഡർക്ക് ഈ ഡിവിഡൻഡ് നോക്കിയല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഡിവിഡൻഡ് നോക്കി ഒരു ഷെയർ മേടിച്ചിട്ട് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞ് വിൽക്കുക എന്നുള്ളതൊന്നും അത്ര വൈസായിട്ടുള്ള കാര്യമില്ല. കാരണം കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്ത് ഡിവിഡൻഡ് മേടിച്ചിട്ട് എക്സിറ്റ് ചെയ്യാമെന്നുള്ളതൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഡിവിഡൻഡ് പേ ഔട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് കുറയും. അത് ടെമ്പററി കുറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഷെയർ പ്രൈസ് വീണ്ടും റിക്കവർ ചെയ്ത് മുകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ ഡിവിഡൻഡിൻ്റെ ഗുണം കിട്ടുള്ളൂ. കിട്ടുന്ന ഡിവിഡൻഡ് വീണ്ടും ആ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോമ്പൗണ്ടിങ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൽത്ത് ക്രിയേഷനിൽ വളരെ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യുമ്പം വളരെയധികം ഗുണം കിട്ടുന്ന ഒരു മെത്തേഡാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഡിവിഡൻഡ് മാത്രമല്ല, ബോണസ് ഷെയർസ് കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മിക്ക നല്ല കമ്പനികളും
ബോണസ് കൊടുക്കാറുണ്ട്, ബോണസ് ഷെയർസ് കൊടുക്കാറുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു നിശ്ചിത ശതമാനം ഷെയർ ആ കമ്പനിയുടെ ഉണ്ടെങ്കിൽ അവർ ബോണസ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഷെയറിന് ഇത്ര ബോണസ് എന്ന് പറഞ്ഞാണ്, ഇത്ര ഷെയർ ബോണസ് എന്ന് പറഞ്ഞാണ് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നും ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ സാധ്യതയില്ലാത്ത സംഭവമാണ്. അല്ലെങ്കിൽ കറക്റ്റാக നോക്കിയിരുന്ന് എൻട്രി ചെയ്ത് ബോണസ് എടുത്തു കഴിഞ്ഞ് തിരിച്ചു വരണം. ഈ ബോണസും ഇതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസ്, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബോണസ് കൊടുത്തു കഴിഞ്ഞ് സാധാരണയായിട്ട് ഷെയർ പ്രൈസ് താഴുന്നുണ്ട്. അതും ആ താഴ്ച ഒരു ടെമ്പററി ഉള്ള ഒരു താഴ്ചയാണ്. അപ്പോൾ ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ബോണസിൻ്റെ ഒരു ബെനിഫിറ്റ് ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നു, ഓക്കെ, നോ പ്രോബ്ലം, അതവിടെ ആഡ് ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. തന്നാലും ഇല്ല, തന്നില്ലേലും ഇല്ല, നമ്മളത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബോണസുകൾ നമുക്ക് വളരെ അധികം വെൽത്ത് ക്രിയേഷനിൽ അത് കുറച്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുക. അപ്പോൾ വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ബോണസ് ഷെയർ കിട്ടാനുള്ള സാധ്യതയല്ല, ബോണസ് കൊടുക്കുന്നതാണെങ്കിൽ അത് കിട്ടും, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി കൂടെയുണ്ട്. അടുത്തത് റൈറ്റ് ഇഷ്യൂസ് ആണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഷെയറുകളാണ് ഡിസ്കൗണ്ട് പ്രൈസിൽ. അപ്പം മാർക്കറ്റിൽ ആ ഷെയറിൻ്റെ പ്രൈസ്, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, 100 രൂപയാണ് അതിൻ്റെ പ്രൈസെങ്കിൽ എനിക്ക് കമ്പനി തരുന്ന ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ 80 രൂപയ്ക്ക് തരും. ഒരുപാട് ഷെയറൊന്നും തരത്തില്ല, അതിന് പേഴ്സൻറ്റേജ് ഒക്കെ ഉണ്ട്. എനിക്ക് എത്ര ശതമാനം ഷെയർ ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഷെയറാണ് ഞാൻ ഹോൾഡ് ചെയ്തേക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള ഷെയർ റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി നമുക്ക് തരും. അതായത് നമ്മൾ പൈസ കൊടുക്കണം, പക്ഷേ അത് ഡിസ്കൗണ്ട് പ്രൈസ് ആയിരിക്കും, മാർക്കറ്റിലുള്ള ആ പ്രൈസ് ആയിരിക്കില്ല. അതിനെ കഴിഞ്ഞും കുറഞ്ഞ പ്രൈസിൽ എനിക്ക് ആ കമ്പനിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഷെയർ വാങ്ങാനുള്ള ഒരവസരം കമ്പനി ഒരുക്കി തരുന്നുണ്ട്. ഈ ഒരു ബെനിഫിറ്റും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യമൊന്നും പുതിയതായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. അവരത് അറിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ ട്രേഡ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ട്രേഡ് ഇൻട്രാഡേ ആയിരിക്കും. എനിക്ക് അനുഭവമുള്ളതാണ്, പല ആൾക്കാരും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും ഈ ലോങ് ടൈം ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എസ്പെഷ്യലി പുതുതായിട്ട് വരുന്നവർക്കും ഈ കാര്യങ്ങൾ അറിയില്ലാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഒരിക്കലും ട്രേഡേഴ്സിനെ കുറ്റം പറയില്ല, കാരണം ട്രേഡേഴ്സ് നന്നായിട്ട് പഠിച്ച് ട്രേഡ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ട്രേഡേഴ്സിന് ഇങ്ങനെയുള്ള പല അവസരങ്ങളും നഷ്ടപ്പെട്ടേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു വെൽത്തിൻ്റെ, നമ്മുടെ ഒരു ക്യാപിറ്റൽ എന്ന് പറയാം, ഈ ക്യാപിറ്റലിൻ്റെ 90% ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റിവെച്ചിട്ട് ബാക്കി 10% കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഇൻട്രാഡേ കളിക്കാം, BTST കളിക്കാം, ഓപ്ഷൻസ് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ 90% നമ്മുടെ ക്യാപിറ്റലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഏതൊക്കെ കമ്പനികളിൽ ചെയ്യാം എന്നുള്ളതാണ്. വളരെ അധികം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുള്ള ഒരു നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്, വളരെ കുറച്ച് ഇന്ത്യക്കാരൊഴികെ ബാക്കി ഇന്ത്യക്കാരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറയാം. 2008 മാർക്കറ്റ് ക്രാഷൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും അവർ അത് ഡീഇൻവെസ്റ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരുന്നു എങ്കിൽ എപ്പോഴേ ആ ക്യാഷ് റിക്കവർ ആയേനെ. മാർക്കറ്റ് അതെല്ലാം കഴിഞ്ഞു, ആ ക്രാഷ് എല്ലാം കഴിഞ്ഞ് ഇപ്പം നിഫ്റ്റി പോയിരിക്കുന്നത് എവർ ഹൈയിലേക്കാണ്. നിഫ്റ്റിയുടെ എവർ ഹൈ എന്ന് പറയുന്ന ഒരു 11,750 ഓൾമോസ്റ്റ് ആണ്. അതാണ് നിഫ്റ്റിയുടെ എവർ ഹൈ എന്ന് പറയുന്നത്. നിഫ്റ്റി അതിൻ്റെ തൊട്ടടുത്തെത്തി. ഇപ്പോൾ ഒരു ചെറിയൊരു ക്രാഷ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമാണ് അതുണ്ടായത്. അത് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ക്രാഷ്. ആ ക്രാഷ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞു, ഇപ്പം എക്സാക്റ്റ് ഒരു വർഷം ആയി. ഒരു വർഷം അവിടെ നിന്ന് കളിക്കുമായിരുന്നു. സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ചെറിയ മൂവ്മെൻറ്റുകൾ, ചെറിയ മൂവ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിച്ച മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും എവർ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. പുതിയ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 അവധിയാണ്, ഏപ്രിൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ് ആണ്. ഇന്നായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തു, പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫിനാൻഷ്യൽ ഇയർ തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യൂവിൽ നിഫ്റ്റി എവർ ഹൈ ഉറപ്പായിട്ടും ക്രോസ് ചെയ്യും, അതുറപ്പാണ്. അത് മിക്കവാറും ഏപ്രിൽ മന്തിൽ തന്നെ എവർ ഹൈ 11,750 എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് ലെവൽ ഇപ്പം മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് സോണിലല്ല നിൽക്കുന്നത്. ഇതാണ് ഇപ്പം ഉള്ള റെസിസ്റ്റൻസ് മാർക്കറ്റിന്.
11,560 ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഓൾറെഡി ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള റെസിസ്റ്റൻസ്, ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 11,750 പക്ഷേ ആ റെസിസ്റ്റൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ വീക്കാണ്. അത് ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 12,000 13,000 ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ളൂ. ഇനിയും ഏകദേശം ഒരു 1,500 പോയിൻറ്റ് മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷേ അത് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും 11,750 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിഫ്റ്റി അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ ആണ്. ഇപ്പോഴത്തെ അവസ്ഥ പീക്ക് ലെവൽ എന്ന് പറയും. കുറേ വർഷം കഴിയുമ്പോൾ ഈ ലെവലൊക്കെ താന്ന് വേറെ ഏതൊക്കെ ലെവലിലായിരിക്കും നിഫ്റ്റി പോവുക. നിഫ്റ്റിയുടെ റണ്ണ് അങ്ങനെ തന്നെയാണ്. നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളുടെ ഒരു യൂണിറ്റാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ മറ്റ് കമ്പനികളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എത്ര നാളായിട്ട് ഞാൻ വാച്ച് ചെയ്തപ്പം ചെറിയ കമ്പനികൾ കുറച്ച് റിസ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചെറിയ കമ്പനികളെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം. എന്നാൽ പോലും 90% നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്യാപിറ്റലിൻ്റെ വളരെ കുറച്ച് ഒരു 20% സ്മോൾ ക്യാപ്പ് കമ്പനികൾ, മിഡ് ക്യാപ്പ് കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മെജോറിറ്റി നമ്മൾ ലാർജ് ക്യാപ്പ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. കാരണം ഇതുപോലുള്ള കമ്പനികളാണ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഡിവിഡൻറ്റും ബോണസും അതുപോലെ തന്നെ ഷെയറിൻ്റെ റൈറ്റ് ഇഷ്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ SIP രീതിയിലുള്ള ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. SIP രീതി മിക്കവർക്കും അറിയാവുന്നതാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതിന് നമുക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഇന്ന ഡേറ്റിന് കറക്റ്റായിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. SIP പോലെ തന്നെ കരുതുക. അതായത് കറക്റ്റ് ഒരു ഡേറ്റോ ഇതൊന്നും വേണ്ട. ഷെയർ പ്രൈസ് ഒരു നെഗറ്റീവ് ന്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ താൽക്കാലികമായിട്ട് ഷെയർ പ്രൈസ് താഴെ പോവാം. ഒരു ക്വാർട്ടറിലെ റിസൾട്ടിൽ കുറച്ച് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ആ ഷെയർ താഴെ പോകാം. ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് SIP രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വെൽത്ത് ക്രിയേഷനിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിലേക്ക് പോകാം. ട്രേഡിങ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. കാരണം അത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി മനസ്സിലാവില്ല. ഓക്കെ, ട്രേഡിങ് ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷേ ഈ പറയുന്നത് മറക്കാതിരിക്കുക, 90% ഇൻവെസ്റ്റിംഗ് ആൻഡ് 10% ട്രേഡിങ്ങിലേക്ക് മാറ്റാം. ആ പൈസ പോയാലും വിഷയമില്ല എന്ന രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.